പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 10 ബുധനാഴ്ച. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജപമാലയുടെ യോഗ്യതയാൽ ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ കർത്താവെ, അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയിരുന്നവരെ കർത്താവ് ഉടമ്പടിയോടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈശോയെ. ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ.
കുടുംബങ്ങൾ കിടപ്പായിപ്പോൾ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ രോഗി കിടന്നു പോയതിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ ബൈസ്റ്റാൻഡറായിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും കടങ്ങളും വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തും വരില്ല, വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഇന്ന് 28 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ്. എന്നിട്ട് 28ാമത്തെ കൊല്ലവും പോലും കർത്താവെ അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെയുള്ളവർ 28ാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ. കർത്താവ് അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് അസാധ്യമായാലും ഒന്നുമില്ല. ഈ കല്ല് നെബ്രാസാദിൽ ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ചില ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമീൻ. ക്രിസ്തുവിൽ വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഫിലിപ്പിയർ 4:11 എടുത്തേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. എനിക്കധികം കുറവുള്ളതുകൊണ്ടല്ല ഞാനിത് പറയണത്. കാരണം ഏത് സാഹചര്യത്തിലും അപ്പൊ പരാജയം വന്നാലും വിജയം വന്നാലും സംതൃപ്തിയോടെ കഴിയാൻ. പരാജയം വന്നാലും ഇപ്പൊ പൊതുജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം, കുടുംബത്തിൽ വിജയിക്കാം. ചിലപ്പോൾ കുടുംബത്തിൽ പരാജയപ്പെടാം, പൊതുജീവിതത്തിൽ വിജയിക്കാം. അപ്പൊ ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്ക് എന്താ വേണ്ടത്? സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചിരുന്നേ പറയണതേ. ദൈവം എന്നെ അപ്പം നമ്മുടെ അതായത് ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ. ഇപ്പം ചില ആൾക്കാർ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ്, ഉടനെ ദൈവത്തിൽ നകന്ന്, പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ. അതാണ് സുവിശേഷവിഹിതമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും. പക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കണം. പൗലോസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ, താഴ്ന്നതിലും ജീവിക്കാൻ എനിക്കറിയാം. അതുപോലെ ഇതിനാൽ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ദൈവാനുഭവങ്ങളെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത്. വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ്? ഏത് സാഹചര്യത്തിലും ആ പരിശീലനം ലഭിച്ചതിന് മാത്രമേ അവൻ കമാൻഡറായിരിക്കും, അവൻ സംതൃപ്തനായിരിക്കും. ഇപ്പം ചൈനക്കാർ പറയവേ ഒരു പഴമൊഴി, ഈ ഒരു പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക, ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക. അവസാനം എന്ത് സംഭവിക്കും? അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയൊരു നല്ല പന്നിയെ കിട്ടും. അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും. അപ്പം അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി അതനുസരിച്ച് നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല, സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ. എനിക്ക് ചില സമയത്ത് തോന്നിയിട്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണത് നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എല്ലായിടത്തും അവർ ഡർബാറായിരിക്കണം, എല്ലാവർക്കും കിട്ടണം. ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും അവർക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഏത് സാഹചര്യത്തിലും സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ്. ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്നറിയണം എങ്ങനെയാണ്? സാഹചര്യം മാറിയാലും അയാൾക്ക് സംതൃപ്തി മാറുന്നില്ലേടാ. ഫിലിപ്പിയർ 4:11-12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ പരിശീലനം. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം 4:11 വായിച്ചേ.
എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വിഷയം. ഇപ്പം ആധ്യാത്മികത ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ, ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ്? ഏത് സാഹചര്യത്തിൽ, അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ്. സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല. ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നത ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും. പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ സമനില എന്ന് പറയുന്നത്. സുവിശേഷത്തെ സംതൃപ്തിയാണ്. അത് പരിശുദ്ധാത്മാവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന, മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണമല്ലേ. ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസാണെന്നാണ് ബൈബിൾ പറയണത്. 1 തിമോത്തി 4:8. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് ഇല്ലേ, അതുപോലെയൊക്കെ എക്സർസൈസ് കൊണ്ട്, യോഗ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. പിന്നെ എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. അതായത് ഈ ശരീര പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. റോമ 8:14 എടുത്ത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ സുവിശേഷവിധ ആത്മീയത എന്ന് പറയണത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില, ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും. അതല്ല ആധ്യാത്മികത. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. എന്താണ്? ഏത് സാഹചര്യത്തിലും 4:11 പറഞ്ഞില്ലേ, ഫിലിപ്പിയർ 4:11, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത്? അതായത് ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. സംതൃപ്തിയാണല്ല വിഷയം. ഈ വെള്ളം കുടിക്കുന്നവന് ഇനി അതൃപ്തി ഉണ്ടാകും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല, എന്നുവെച്ചാൽ സംതൃപ്തി ഉണ്ടാകുമെന്നാണ്. യോഹന്നാൻ 4:13 എടുത്തേ. യേശു പറഞ്ഞു യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അസംതൃപ്തി ഉണ്ടാകുമെന്നാണ്, തൃപ്തി ഉണ്ടാകത്തില്ലെന്നാണ്, വീണ്ടും ദാഹിക്കുമെന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർ 4:11 എന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്.